പറയടി ചക്കരെ. ഞാൻ വിചാരിച്ചു നീ വലിയ പവറുള്ള ആളാണെന്ന്. തീർച്ചയായും. എന്താ ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറ ബേബി. ആ സബ് ഇൻസ്പെക്ടർ എന്റെ വീട്ടിലേക്ക് വന്നു. എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു. മദ്യം എടുത്ത് എന്റെ തലയിൽ ഒഴിച്ചു. അത് മാത്രമല്ല, നിന്റെ ബാർ അവൻ എന്നേക്കുമായി പൂട്ടിച്ചു. എന്നിട്ട് നീ ഒന്നും ചെയ്യാതിരിക്കണോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ആ പരമനാറിയെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും എനിക്ക് സല്യൂട്ട് അടിക്കും. ഇനി നീ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് ഇനി മുതൽ ഒരിക്കലും നിന്റെ വഴിയിലാവട്ടെ എന്റെ വഴിയിലാവട്ടെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കൂടി പേടിക്കണം. ഓക്കെ അടിച്ചക്കര, നീ പറഞ്ഞില്ലേ നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നാളെ നീ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. അവിടെയുള്ള എല്ലാ പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ വെച്ചിട്ട് അവൻ എന്താണ് ചെയ്തത് അത് തിരിച്ചു കൊടുക്കണം. ഇനി മുതൽ ഇങ്ങനെയുള്ള ഹീറോയിസം അവന്റെ ലൈഫിൽ അവൻ ചിന്തിക്കാൻ പോലും പാടില്ല. ഓക്കെ ബേബി, നീ എന്താ പറയുന്നതെന്ന് വെച്ചാ ഞാൻ അത് തന്നെ ചെയ്യാം. ഹായ് ബേബി, സുഖാണോ? എന്നെ കാണാൻ വരുമ്പോ നീ ഒറ്റയ്ക്ക് വരണം. നീ എന്തിനാ മറ്റുള്ളവരെയും കൂട്ടി വന്നേ? ഇപ്പൊ നോക്ക്, റോഡ് ഫിഷ് മാർക്കറ്റ് പോലെ ബ്ലോക്ക് ആയില്ലേ? ഫിഷ് മാർക്കറ്റോ? ഇന്ന് നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കാത്തിരുന്ന് കാണാൻ. ഡാർലിംഗ്, ഈ നാറിയെ നീ അങ്ങ് മറന്നേക്ക്. നിങ്ങൾ എന്തിനാടാ നിൽക്കുന്നേ? വന്ന ജോലി ചെയ്യാൻ നോക്ക്. ബേബി, നിന്റെ ബോയ് ഫ്രണ്ടിനെ വിലങ്ങണിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. നീ ഇവിടെ തന്നെ നിൽക്ക്. ചേട്ടാ, ആ പോലീസുകാരൻ എന്നെ കുറെ തല്ലി ചേട്ടാ. നീ സാധാരണ ഒരു പോലീസ് ഓഫീസറാ. ഇത്രയും നാൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശെല്ലാം തിരിച്ചു തരാന്ന് നീ കരുതിയോ? മാമാ, ഞാൻ നിങ്ങളുടെ പണം വാങ്ങാം.
അതോടൊപ്പം ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷനും വാങ്ങും. ഇനി ആക്ഷൻ ആരംഭിക്കും. ദുർജായ്, നിനക്ക് എന്നെ പറ്റി ഇതുവരെ അറിയില്ല. നീ വേണ്ടാതെ എന്റെ അടുത്ത് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അക്ബർ സേഠ്. ഞാനൊരു ടൈഗറാ, ടൈഗർ. സേഠ്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. ദുർജായ് ബുള്ളറ്റ് ടൈഗർ പോലും നോക്കത്തില്ല. എല്ലാ ബുള്ളറ്റ്സിനെ കൊണ്ടും ടൈഗറിനെ കൊല്ലാൻ പറ്റില്ല. പക്ഷേ ടൈഗർ വിചാരിച്ച ഒരു ബുള്ളറ്റിനെ തീർക്കാൻ കഴിയും. അക്ബർ സേഠ്, ഇതെന്റെ ചാലഞ്ചാണ്. ഒരു മാസത്തിനകത്ത് നിന്റെ കഥ ഞാൻ തീർത്ത് കാണിക്കാം. ഞാനും നിങ്ങളുടെ ചാലഞ്ച് ഏറ്റെടുക്കാം. 1 മാസം ഞാൻ നിങ്ങളുടെ നെറ്റ്വർക്ക് മുഴുവനായിട്ട് അടിച്ചു കളയും. ഓൾവേസ് മൈൻഡ് ഇറ്റ്. ടെററിസ്റ്റും പോലീസും ഒരിക്കലും സുഹൃത്തുക്കളാകില്ല. ഇതാണ് സത്യം. സുബു, ദാ വരാം അങ്കിൾ. സുഖാണോ മോനെ? സുഖാണ് അങ്കിൾ. ചേട്ടത്തി, നിങ്ങൾക്ക് സുഖാണോ ചേട്ടത്തി? എനിക്ക് സുഖമാണ് ചേട്ടാ. ചേട്ടത്തി, ഞാൻ ഈ മാസത്തെ പെൻഷൻ കാശ് മോന്റെ കയ്യിൽ കൊടുക്കുവാണേ. എനിക്ക് കിട്ടിയ മുഴുവൻ പണവും എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവായിരുന്നു. ഇപ്പം ഈ പെൻഷൻ വെച്ചിട്ടാണ് ചിലവൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമലേട്ടാ, അക്ബറിൻ്റെ കാര്യം എന്തായി? ചേട്ടത്തി, ഞാൻ അറിഞ്ഞിടത്തോളം ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി ചേട്ടത്തി, അപ്പം ഞാൻ പോട്ടെ. നമുക്ക് പിന്നെ കാണാം. ശരി ചേട്ടാ. അമ്മയെ നന്നായിട്ട് നോക്കണേ. ശരി അങ്കിൾ. ഞാൻ വരട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും അങ്കിൾ. വാലൈക്കും അസ്സലാം. ഗൈനസിം, ദാദർ ഡൊമോനോ ഉണ്ടല്ലോ, അയാൾക്ക് പ്രശ്നം. നമ്മൾ തോറ്റതിന് എന്താ കാരണമെന്ന് അയാളോട് ചോദിക്കട്ടെ. ഹേയ്, മിണ്ടാതിരിക്കേ. ഹബീബ്, എന്റെ കഥ കഴിഞ്ഞു. ഇത്തവണ ഞാൻ തോൽക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ചത്തുപോകും. ഒരു സാധാരണ SI എന്നെ നോക്കി ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പേടിയില്ലാതെ ഈ അക്ബർ സേട്ടിനെ അവൻ എതിർക്കുകയാണ്. സാർ, ഈ SIയുടെ കാര്യം നമ്മൾ അത്ര ഈസി ആയിട്ട് എടുക്കാൻ പാടില്ല. കിട്ടുബായിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് കേസ് ചാർജ് ചെയ്ത് പുറത്തയച്ചിരിക്കുന്നു. സേട്ടെ, അമീൻ പറഞ്ഞത് ശരിയാ. അവൻ ഒരു സാധാരണ പോലീസ് മാത്രമല്ല, നമ്മളെക്കാളും വലിയ ചീറ്ററാ. അവന്റെ അടുത്ത് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ആ SIയെ നമ്മൾ നിസ്സാരമായി കാണരുത് സേട്ടെ. അസ്മാദ്, പുലിയും മാനും ഒരിക്കലും അടികൂടല്ല. അവൻ എന്റെ എതിരായി എന്ത് ചെയ്യുന്നെന്ന് എനിക്കൊന്ന് കാണണം. എടാ മോനെ, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഞാനത് ഇന്നലെ രാത്രി എന്റെ ഫ്രണ്ടിന്റെ കൂടെ പാർട്ടിക്ക് പോയിരുന്നു. അതാ വീട്ടിലോട്ട് വരാൻ പറ്റാഞ്ഞത്. എന്നും ഇത് തന്നെ പണി. മേലെ പോയി റെസ്റ്റ് എടുക്ക് പോ. സേട്ടെ, അവന്റെ മേൽ എന്തിനും ഒരു കണ്ണു വേണം. അസ്മാദ്, ആ ദുർജയെ എനിക്ക് കൊന്നൊടുക്കണം. അതും ഈ കൈകൊണ്ട്. അവന് മരണഭയം എന്താണെന്ന് കാട്ടണം, ഭയങ്കരമായി.